ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമായ ഒരു സ്വർഗീയമായ അനുഭവത്തിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഉത്തമഗീതത്തിൽ നാം കാണുന്നത്. മണവാട്ടി സഭ ശുദ്ധിയായിരിക്കണം, നിഷ്കളങ്കയായിരിക്കണം. സഭ വിശുദ്ധമായിരിക്കണം. അത് കാതോലികമായി, യൂണിവേഴ്സലായി, പ്രാപഞ്ചികമായി, സർവ്വപ്രാപഞ്ചികമായി അത് വിശുദ്ധമായി തന്നെ ഇരിക്കണം. ലോകത്തെമ്പാടും എവിടെയെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം പരന്നു കിടക്കുന്നുണ്ടോ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ദേശങ്ങളിലും സാർവദേശീയമായി സഭ വിശുദ്ധമായിരിക്കണം. സഭ ഏകമായിരിക്കണം, ഒറ്റയ്ക്കൊരു സഭ. അതിൽ യാക്കോബായ സഭയെന്നോ പെന്തിക്കോസ്ത് സഭയെന്നോ വ്യത്യാസമില്ല. എൻ്റെ വിശ്വാസം ഞാൻ പറയുകയാണ്. നിങ്ങൾ യാക്കോബായ സഭയിൽ നിൽക്കുന്നവരാണോ അവിടെ തന്നെ നിൽക്കൂ, സഭ മാറണ്ട. ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്നവരാണോ അവിടെ തന്നെ നിൽക്കൂ, സഭ മാറണ്ട. കത്തോലിക്ക സഭയിൽ നിൽക്കുന്നവരാണോ അവിടെ തന്നെ നിൽക്കൂ. ആ പള്ളിയോട് ചേർന്ന് സഭയുടെ അനുശാസനങ്ങളെല്ലാം സ്വീകരിച്ച് അവിടെ തന്നെ നിൽക്കൂ. പെന്തിക്കോസ്ത് സഭയിലുള്ളവരാണോ നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, നിങ്ങൾ സഭ മാറണ്ട. ബ്രദറൻ ചർച്ചാണോ, അല്ല ബാപ്റ്റിസ്റ്റ് ചർച്ചാണോ, മെത്തോഡിസ്റ്റ് ചർച്ചാണോ, പ്രസ്ബിറ്റീരിയൻ ചർച്ചാണോ, ഏതാകട്ടെ അവിടെ തന്നെ നിൽക്കൂ. ഇവാഞ്ചലിക്കൽ ചർച്ചാണോ, CSI ചർച്ചാണോ, ഏത് സഭ ഏതെന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല. ചില പ്രത്യേക സൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ചില അതിർവരമ്പുകൾ മാത്രം. കാതലായ കാര്യത്തിന് വ്യത്യാസമില്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, യേശുക്രിസ്തു വീണ്ടും വരും. തീർന്നു, ഇത്രയേ ഉള്ളൂ. അത് വിശ്വസിക്കുന്ന ആരും സഭയുടെ മക്കളാണ്. അത് സത്യം ഇതാണ്. യേശുക്രിസ്തു ക്രിസ്തു കേന്ദ്രീകൃതമാണ്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിലാണ് സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസമില്ലെങ്കിൽ പിന്നെ നാം കൂടി വന്നിട്ട് പ്രയോജനമില്ലല്ലോ. ക്രിസ്തുവിലുള്ള വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. യേശുക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു. നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ആകുലങ്ങൾ വരുമ്പോൾ എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് നിങ്ങൾ തനിയെ പറയണം. യേശുക്രിസ്തു ജീവിക്കുന്നു. രോഗം വരുമ്പോൾ എൻ്റെ യേശുക്രിസ്തു ജീവിക്കുന്നു, യേശു എല്ലാം കാണുന്നു എന്ന് പറയണം. നിങ്ങൾക്ക് ഏതെങ്കിലും പരീക്ഷ എഴുതുന്നു, പ്രയാസം വരുന്നു, പ്രശ്നം വരുന്നു, യേശുവെ വിളിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ സഹായത്തിന് യേശു വരും. ഇത് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, വിസ കിട്ടുന്നില്ല. കർത്താവേ, യേശു ജീവിക്കുന്നു, യേശുവേ ഞാൻ അവിടെ പോകേണ്ടത് ആവശ്യമാണെങ്കിൽ നീ എനിക്ക് തരണമേ, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ജോലി വേണം, വിദേശത്താണ് ജോലി ആഗ്രഹിക്കുന്നത്, ശരി, ജോലി വേണം. ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ യേശുക്രിസ്തു ജീവിക്കുന്നു, ജീവിക്കുന്ന യേശുവേ നീ എന്നെ സ്നേഹിക്കുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഈ കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണം. പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം, ധൈര്യമായി പ്രാർത്ഥിക്കാം. അതിന് സഭ മാറേണ്ട ആവശ്യമില്ല, സമുദായം മാറേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിരൂപിച്ചുണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. കാലം കഴിഞ്ഞാലും ഈ ആശയം നിലനിൽക്കും. നോക്കിയോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ ആശയമുണ്ടല്ലോ, സഭ മാറണ്ട, സ്വഭാവം മാറിയാൽ മതി, ഹൃദയം മാറിയാൽ മതി. ഏത് സഭയിലാണെങ്കിലും അവിടെ നിൽക്കൂ, അവിടെ ആ സഭയോട് ചേർന്ന് തന്നെ നിൽക്കൂ. അതാത് പള്ളികളിൽ പോകണം. അതിലൊന്നും തെറ്റില്ലെന്നല്ല, ചെയ്യേണ്ടതുമാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ ഈ സുബോറ പെരുന്നാളിൻ്റെ വചനിപ്പ് പെരുന്നാളിൻ്റെ അന്ന് തലേദിവസം പള്ളിയിൽ പോയി ഞാനും ആലീസും എൻ്റെ മോളും ഞങ്ങൾ ഒരുമിച്ച് പോയി ഉപസാരിച്ചിട്ട് പോന്നു. സുബോറ പെരുന്നാളിൻ്റെ തിങ്കളാഴ്ച സമയം കുറച്ച് കുർബാനയുടെ സമയം നീണ്ടുപോയില്ലെന്നുള്ളതുകൊണ്ട് തിങ്കളാഴ്ച പോയി ഞങ്ങൾ കുർബാന അനുഭവിച്ച് പോന്നു. സഭയ്ക്ക് നിൽക്കുന്നു, സഭയുടെ ചട്ടംകെട്ടുകളനുസരിച്ച് പോകണം, പള്ളിയിൽ പോകണം. സഭ തന്നിരിക്കുന്നതായ പ്രാർത്ഥനകളും ശുശ്രൂഷകളിലും എല്ലാം നമ്മൾ പങ്കെടുക്കാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സഭയല്ല നമ്മുടെ രക്ഷിതാവ്, മറക്കരുത്. സഭയല്ല നമ്മൾ നടത്തുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള ആശ്രയം വിടരുത്, ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തുവിൽ, യേശുക്രിസ്തു മാത്രം, ഏകരക്ഷകൻ ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധന്മാരുണ്ട്, പക്ഷേ പരിശുദ്ധന്മാരെ ആരാധിക്കാൻ പാടില്ല, ആരാധനയ്ക്ക് യോഗ്യരല്ല. പരിശുദ്ധന്മാരെ ആദരിക്കാം, ബഹുമാനിക്കാം, പക്ഷേ പരിശുദ്ധന്മാരെ ആരാധിക്കരുത്. മനസ്സിലാവുന്നതൊക്കെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധന്മാരുണ്ട്, പരിശുദ്ധന്മാർ വളരെ വിശുദ്ധിയോടെ ജീവിച്ചവരുണ്ട്, ശരി, നമുക്ക് മാതൃകയാണ്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. എബ്രായലേഖനം 13:9 വായിച്ച്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച്
നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ ജീവാവസാനം ഓർക്കുക. അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അവരുടെ വിശ്വാസം അനുകരിക്കുക. അവരുടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. വിശുദ്ധന്മാരുടെ കബറിടത്തിൽ പോയി ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് അവരോട് പ്രാർത്ഥിക്കുക, ഒക്കെ എല്ലാം പ്രാകൃതമായ ചിന്താഗതി. വിശുദ്ധന്മാരുടെ കബറിടത്തിൽ പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അവർ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയല്ല, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ഓർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് വിശ്വാസം അനുകരിപ്പീൻ. സ്തോത്രം. നോക്കൂ, സത്യമായി ക്രിസ്തുവിനെ ആരാധിക്കുക, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തു കാണിച്ചു തന്ന പാതയിൽ കൂടി പോവുക. അപ്പോൾ ജീവിത വിജയത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നുള്ള ആര്? 8-ാം അധ്യായം, 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരുള്ളാര്? അതിശയത്തോടെ ചോദിക്കുകയാണ്, ഇവളാരാണ്? ഇവളാര്? ഇവള് ഈ മരുഭൂമിയിൽ കൂടി ഒരു ക്ഷീണമില്ലാതെ വരുന്നല്ലോ. മരുഭൂമിയിൽക്കാണ് യാത്ര ചെയ്ത് വരുന്നത്. മരുഭൂമിയിൽ കൂടി ഇവളിത്ര നല്ല ഓജസ്വിയായി, നല്ല ഊർജ്ജസ്വലതയോടെ ഇവൾ വരുന്നു. ഇവൾ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടാണ് വരുന്നത്. പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു. മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റുണ്ട്, അവൾ ആ കാറ്റത്ത് വീടുപോയില്ല. ചാരാനൊരു പ്രിയനുണ്ട്. മരുഭൂമിയിൽ ചൂടേറിയ വളരെ ഊഷ്മളമായ ഭയങ്കരമായ വെയിലിൻ്റെ ചൂടുണ്ട്, പക്ഷേ അവളുടെ മേശുകയില്ല. പ്രിയൻ്റെ ആ കരത്തിൻ കീഴിലാണ് അവൾ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ, വരണ്ട മരുഭൂമിയിൽ ചാരാനൊരു പ്രിയനുണ്ട്. മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവൾ ആര്? വേദപുസ്തകം വായിച്ചാൽ മരുഭൂമിയുടെ അനുഭവത്തെക്കുറിച്ച് ധാരാളം നമുക്ക് കാണാൻ പറ്റും. മരുഭൂമി എന്താണ്? മരുഭൂമി വരൾച്ചയുള്ള സ്ഥലം, മരുഭൂമി വരണ്ടുണങ്ങിയ സ്ഥലം, മരുഭൂമി യാതനയുള്ള സ്ഥലം, മരുഭൂമി ഒരിറ്റ് വെള്ളം കിട്ടാത്ത സ്ഥലം, മരുഭൂമി മഴയില്ലാത്ത സ്ഥലം. മരുഭൂമിയിൽ കൂടി വരുന്നു. സഭ മരുഭൂമിയിൽ കൂടിയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ഇന്ന് മരുഭൂമിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്നും ക്ലേശങ്ങൾ, എന്നും ദുരിതങ്ങൾ, എന്നും അസ്വസ്ഥതകൾ, ഒന്നുമാറി രോഗങ്ങൾ, ഒന്നുമാറി അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അത്യാഹിതങ്ങൾ, വാഹനാപകടങ്ങൾ, പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ. വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. പ്രാർത്ഥിച്ചു നോക്കി, പലവട്ടം പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ കൊടുത്തു, പക്ഷേ ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല. മരുഭൂമിയാണ്. വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, പക്ഷേ എത്രയും വിവാഹമോചനം വേണമെന്നാണ്. കാരണം ഭർത്താവിന് മാനസിക രോഗമുണ്ടെന്ന് അപ്പോഴറിയുന്നത്. വിവാഹത്തിന് ആളുകൾ മരുന്ന് കഴിച്ചില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ആരും പറഞ്ഞില്ലായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ മരുന്ന് കഴിക്കാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ വയലൻ്റായി. അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും? മരുഭൂമിയാണ്. മരുഭൂമി. വളരെ ആറ്റുമാറ്റാണ് വിവാഹം കഴിച്ചത്, വളരെ വലിയ പ്രതീക്ഷയോടെ വിവാഹം കഴിച്ചത്. പക്ഷേ അപ്പനും അമ്മയും കൊടുക്കാവുന്നതെല്ലാം കൊടുത്ത് അത്രയും സന്തോഷത്തോടെ പെൺകുട്ടിയെ വിട്ടത്. പക്ഷേ അവൾ എന്നും ഭർത്താവിന് തല്ലുകൊള്ളുന്നു. അവൾ മദ്യപനാണ്. എന്തു ചെയ്യും? എന്നും പാവം പെൺകുട്ടി തല്ലുകൊള്ളുന്നു. എന്തിനാണ് തല്ലുന്നത്? അവനും അറിയാൻ പാടില്ല എന്തിനാണ് തല്ലുന്നതെന്ന്. അവൻ്റെ ഉള്ളിൽ പിശാച് കയറി. മദ്യം കുടിക്കുമ്പോൾ പിശാച് അകത്ത് കയറി. അന്നേരം പിന്നെ അവനെ എന്തെല്ലാം തോന്നുകയാണ്. പിന്നെ അവന് തോന്നുന്നു ഭാര്യയെക്കുറിച്ച് സംശയം. അവൾ നല്ല സാരി കൊടുത്താൽ വേറെ ആരോ കാണിക്കാനാണെന്ന് അവൻ്റെ വിചാരം. അവൾ നല്ല ഡ്രസ്സ് ചെയ്ത് പോയാൽ, മുടിയൊക്കെ നല്ല ചെയ്ത് പോയാൽ അതിനും അവന് പരാതി. അവനെപ്പോഴും അവളെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറിച്ചും ചില പെണ്ണുങ്ങൾ ഭർത്താവിനെ സംശയിക്കുന്നു. ജാരശങ്ക എന്ന് പറയും, ജാരശങ്ക. പാവമാണത്. ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ എന്നെ ജീവിതം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? ഇതൊക്കെ ശരിയല്ലേ? നമ്മുടെ ചുറ്റുപാടുന്ന് കാണുന്നതല്ലേ? എത്ര കുടുംബങ്ങളാണ് നിരാശയിലാണ്ട് പോയത്? മരുഭൂമിയുടെ അനുഭവം, മരുഭൂമി, വരണ്ടുണങ്ങിയ മരുഭൂമിയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അല്ല, ചിലപ്പോൾ പെട്ടെന്ന് അമ്മയും കടന്നുപോയി. ഒരു 2-3 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അമ്മ പോയി. ആ കുട്ടിയുടെ അപ്പനോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ അമ്മയുടെ അപ്പനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ കുട്ടിയെ നോക്കുന്നത്. ജീവിതം പാവം അനാഥമായി പോയതുപോലെയായി. ഒരു അമ്മയുടെ ഒരു ഉപദേശം കിട്ടാൻ പറ്റുന്നില്ല, അമ്മയുടെ ഒരു ലാളനം കിട്ടാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അപ്പൻ മരിച്ചുപോയി, ലാളനം കിട്ടുന്നില്ല, വാത്സല്യം കിട്ടുന്നില്ല. ഇങ്ങനെ അനേകം വരണ്ട അനുഭവത്തിൽ കൂടിയാണ് അനേകർ പോകുന്നത്. വരണ്ട അനുഭവം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അനുഭവം എന്താണ്? വരണ്ട അനുഭവമാണോ? വരണ്ട അനുഭവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം സ്വീകരിക്കൂ. വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ അനാഥത്വം മാറും, നിങ്ങളുടെ അഗതിത്വം മാറും, നിങ്ങളുടെ യാതനകൾ മാറും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും,
സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും, ഉറപ്പാണ്. മക്കളുടെ കാര്യങ്ങൾ കർത്താവ് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിക്കേണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾ അന്വേഷിച്ചാലൊന്നും ഫലപ്പെടുകയില്ല. മക്കളുടെ കാര്യങ്ങൾ കർത്താവ് അന്വേഷിക്കും. മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം, മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യം, മക്കളുടെ ഉപജീവനത്തിൻ്റെ കാര്യം, മക്കളുടെ ജോലിയുടെ കാര്യം എല്ലാം കർത്താവ് നോക്കും. എല്ലാം നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കാമോ? ഒരു ഉപാധിയുമില്ലാതെ, ഒരു വ്യവസ്ഥയുമില്ലാതെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് യേശുക്രിസ്തു കൈകളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കൂ പ്രിയപ്പെട്ടവരെ. പാവമില്ലാത്തൊരു ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കും. മനസ്സറിഞ്ഞൊരു പാവം വരികയില്ല എന്ന് ഉറയ്ക്കൂ. നിങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റും പറ്റുകയില്ല എന്ന് നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയൂ. ഇല്ല കർത്താവേ, അതെല്ലാം പഴയ കഥകൾ. വാശി പിടിച്ചും കോപിച്ചും വഴക്കടിച്ചും ഭിന്നതയോട് കർത്താവെ ഇഷ്ടക്കേടും മുഷിച്ചിലുമായും അങ്ങനെയെല്ലാം കഴിഞ്ഞ കാലങ്ങൾ, അതെല്ലാം പഴയ കാലങ്ങൾ. അസൂയയും എല്ലാവിധമായ അശുദ്ധിയും അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും അഹന്തയും എല്ലാം ഉള്ളൊരു കാലം എല്ലാം കഴിഞ്ഞുപോയി കർത്താവെ, കഴിഞ്ഞുപോയി, എല്ലാം കഴിഞ്ഞു. ഇല്ല, ഇനി അതിലേക്ക് ഞാൻ തിരിയില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് വരണം. ഇല്ല, പഴയതെല്ലാം തീർത്തു, എല്ലാം തീർന്നു. ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രം, യേശുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കേണ്ടു എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. തീരുമാനം അതാണ്. നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങൾ തീരുമാനിക്കൂ. യേശുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നത് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിങ്ങൾ തന്നെ കൃപ പകരും. മരുഭൂമിയിൽ കൂടി തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നവരുള്ള ആര്? മരുഭൂമി. ഈ ലോകം ഒരു മരുഭൂമിയാണ്. എന്തോ ഒരു യാതനകൾ നിറഞ്ഞ ലോകം. നാം ഒന്നും അറിയാത്ത തെറ്റുകൾ നമ്മുടെ മേൽ ആരോപിച്ചെന്ന് വരും. ഇല്ലേ? പറഞ്ഞല്ലോ, ഭാര്യയെ സംശയിക്കുന്നു, ഭർത്താവിനെ സംശയിക്കുന്നു. പാവം ആ പെൺകുട്ടി ഒരു തിന്മയും ചെയ്യാത്തവളാണ്, പക്ഷേ ഭർത്താവ് അവളെ സംശയിക്കുന്നു. അതൊരു രോഗമാണ്, മാനസിക രോഗമാണ്. ആ മാനസിക രോഗത്തിന് ചികിത്സിച്ചാൽ മതി. ഹോസ്റ്റൽ ഒരു ഇത് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടാൽ മതി, ചെറിയ നിസ്സാര ഒരു ഗുളിക കൊണ്ട് കാര്യം തീരാനേ ഉള്ളൂ. പക്ഷേ ഭർത്താവിന് സംശയം, ഇത് മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് നാണമായിട്ട് പോകുന്നില്ല, ഡോക്ടറെ കാണാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇവിടെ അവളുടെ ഭർത്താവിൻ്റെ ആളോട് പറയും, ഒരു ഡോക്ടറെ കണ്ടാൽ കൊള്ളാമായിരുന്നു, അതായിരുന്നു ഇദ്ദേഹത്തിന് ഒരു സുബോധമില്ലാത്ത പോലെയാണല്ലോ, എന്നെ എപ്പോഴും സംശയമാണല്ലോ എന്ന് പറഞ്ഞാൽ അവൻ പറയും, എനിക്കല്ല രോഗം, അവൾക്കാ രോഗമെന്ന് പറയും. മാനസിക രോഗത്തിൻ്റെ പ്രത്യേകത അതാണ്. മാനസിക രോഗമുള്ളവർക്ക് അവർക്ക് രോഗമുണ്ടെന്നവർക്ക് അറിയാൻ പാടില്ല, മനഃപൂർവ്വമല്ല, അറിയില്ല. അതാണ് മാനസിക രോഗത്തിൻ്റെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളതായ പൈശാചിക ബാധകൾ അനേകം കുടുംബങ്ങൾ ഞെരിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പൈശാചിക ബാധയാണ്, ദുരാത്മാക്കളുടെ ബാധയാണ്. ദുഷ്ടപിശാചുക്കൾ വിളയാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ കുടുംബങ്ങളാണ് നരകത്തിൽ കഴിയുന്നത്. നരകം പുറമേ നോക്കിയാൽ കുഴപ്പമില്ല, നല്ല അന്തസ്സുള്ള കുടുംബം, നല്ല ജീവിതം, നല്ല വീട്, നല്ല സൗകര്യങ്ങൾ, നല്ല വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കുമ്പോൾ അവർക്ക് ശണ്ഠയാണ്, ഐക്യമില്ല, പരസ്പര സംശയം. ഇങ്ങനെയുള്ളതായ അനേകം തിന്മകളിൽപ്പെട്ട് നമ്മുടെ സമൂഹം ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിക്ക് തുല്യമാണോ നിങ്ങളുടെ ജീവിതം? മരുഭൂമി. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൂടി ഈ വരുന്നത് ആരാണ്? മരുഭൂമിയിൽ കൂടി തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരുള്ള ആര്? സ്തോത്രം. ദൈവമക്കളെ, ഈ മരുഭൂമിയിൽ കൂടിയാണ് നാം പോകുന്നത്. മരുഭൂമിയിൽ കൂടിയാണ് നമ്മുടെ യാത്ര. തളരണ്ട, ചാരാനൊരു പ്രിയനുണ്ട്. നിങ്ങൾ പ്രിയനെ കൂട്ടുപിടിച്ചുകൊള്ളൂ. സ്തോത്രം. ഏകാഗിയായി നടക്കണ്ട. കർത്താവായ യേശുവിനെ കൂട്ടുപിടിച്ചുകൊള്ളൂ. യേശുവിനിൽ ചാരിക്കൊള്ളൂ. ചാരാം. അവൻ താങ്ങും. അവൻ താങ്ങുന്നവനാണ്. അവൻ തലോടുന്നവനാണ്. അവൻ തളരുന്നവരെ ഉയർത്തിപ്പിടിക്കുന്നവനാണ്. വീഴാൻ തുടങ്ങുമ്പോഴേക്കും താങ്ങി നിർത്തുന്നവനാണ്. വീണുപോയാൽ അവൻ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനാണ്. അവൻ്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മരുഭൂമിയിൽ കൂടി തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരുള്ള ആര്? എല്ലാവരും അത്ഭുതം കൂറി നിൽക്കുകയാണ്. 1-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെയും വരുമ്പോൾ നാം കാണുന്നു എന്തുമാത്രം പ്രലോഭനങ്ങളാണ് ഈ കന്യക നേരിടേണ്ടി വന്നത്, ശലോമി നേരിടേണ്ടി വന്നത്. യെരൂശലേം പുത്രിമാർ അവളെ ശലോമോൻ്റെ കാര്യങ്ങളെ വർണ്ണിച്ച് കേൾപ്പിച്ച് ശലോമോൻ്റെ ഭാര്യയാകാൻ അവൾ നിർബന്ധിക്കുന്നു. അപ്പോഴെല്ലാം അവൾ പറയുന്നു, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളെ ഇളക്കരുത്, ഉണർത്തുകയുമരുത്. അവൾക്ക് യാതൊരു വിധത്തിലും ചാഞ്ചല്യം വന്നില്ല. യെരൂശലേം പുത്രിമാരെ അവൾ നിർബന്ധിച്ചപ്പോഴും ചാഞ്ചല്യം വന്നില്ല. ഉറച്ചു നിൽക്കുകയായിരുന്നു. അവൾ ഉറപ്പോടെ നിൽക്കുകയായിരുന്നു. അവൾ, ഞാനൊരു ഇടയനുമായി വാക്ക് പറഞ്ഞു പോയി, ഇനി അതിൽ പിന്മാറ്റമില്ല. യെരൂശലേം പുത്രിമാർ പറയും, ശലോമി, നീ എനിക്കറിയാമോ, ശലോമോന് എന്ത് വലിയ മഹിമയാണ്, എന്ത് വലിയ പ്രതാപമാണ്.
ഇത്രയും പ്രഭാവശാലിയായ ശലോമോൻ രാജാവിൻ്റെ, മഹാജ്ഞാനി എളിജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ ഭാര്യയായി തീരുന്ന നിസ്സാര കാര്യമാണോ? നീ എന്തെന്ന് വേണ്ടായെന്ന് വയ്ക്കുന്നു? അവൾ പറയും, യെരൂശലേം പുത്രിമാരെ, നിങ്ങളെൻ്റെ പ്രേമത്തെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ഒരിക്കലും ഞാൻ വഴങ്ങുകയില്ല. ഞാൻ ഒരിടയനോട് ചെറുപ്പത്തിൽ തന്നെ വാക്ക് പറഞ്ഞു പോയി, അവനിൽ ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനോട് വാക്ക് പറഞ്ഞ് ഉടമ്പടി ചെയ്ത് യേശുവുമായി ഉഭയസമ്മതം ചെയ്ത് സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ സാത്താനെയും നിന്നെയും നിന്നുള്ള സകല ഭയത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹാമിരാനെയും നിന്നെയും നിന്നുള്ള വിശ്വാസത്തെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ സഭ ഞാൻ മിശിഹാമിരാനെ സ്വീകരിച്ചവളാണ്, ഒരിക്കലും ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറുകയില്ല എന്നുള്ള നിർബന്ധത്തിൽ നിന്നപ്പോൾ ഈ പ്രിയൻ അവളെ തേടി വന്നു. പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് അവൾ തിരിച്ചു വരികയാണ്, പ്രിയൻ്റെ നഗരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, കർത്താവായ യേശു വന്ന് തൻ്റെ തിരുമാറിൽ ചാരുവാൻ നിങ്ങൾക്ക് അനുമതി തരുന്ന ദിവസമാണിന്ന്. യേശു ക്രിസ്തു വന്ന് തൻ്റെ മുറിവേറ്റ മാറിലേക്ക് നിങ്ങളെ ചേർത്തണയ്ക്കാൻ കർത്താവ് വന്നിരിക്കുന്ന ദിവസമാണിന്ന്. നിങ്ങളുടെ ആകുലങ്ങൾ തീരും, നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ ദുഃഖങ്ങൾ തീരും, കണ്ണീര് തോരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കനിവില്ലാതെ, ഒരു തണുത്ത വെള്ളത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, മരുഭൂമിയിൽ ഭൂഷണമായ മരുപ്പുറമയിൽ കൂടി നിങ്ങൾ നടക്കുന്നവരാണെങ്കിലും യേശു നിങ്ങളുടെ രീതിയിലേക്ക് വന്ന് നിങ്ങളെ നയിക്കും. സ്തോത്രം. ഇത് ഒരു ഊഹാപോഹമായിട്ട് പറയുന്ന കാര്യമല്ലത്. ഇത് നിങ്ങളെ ഉണർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രം പറഞ്ഞ കാര്യമല്ല. ഒന്നും സാധിക്കാനില്ല. ഒറ്റയ്ക്കൊരു കാര്യം, ചാരാൻ പ്രിയനുണ്ട്, അത് പറഞ്ഞു തരികയാണ്. അവൻ മരിച്ച് മൺമറഞ്ഞു പോയവനല്ല, അവൻ ക്രൂശിൽ മരിച്ചവൻ 3 നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, അത് ഓർക്കുമ്പോൾ സമാധാനം നിറയുന്നു. യേശു ജീവിക്കുന്നു. യേശു മൺമറഞ്ഞു പോയില്ല. യേശുവിനടക്കിയ കല്ലറ ശൂന്യമാണ്. യേശുവിനടക്കിയ കല്ലറ അരിമത്തിക്കാരി യോസേപ്പിൻ്റെ കല്ലറയിൽ നിന്ന് ആളില്ല. യേശു ഉയർത്തെഴുന്നേറ്റു. മലാഖമാർ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു, അവനിവിടെ ഇല്ല. യേശു അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, അവൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരും, അവൻ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൻ നിങ്ങളുടെ കൂടെ വരും, പരീക്ഷാ ഹാളിലേക്ക് അവൻ വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹ കിടക്കയിലേക്ക് അവൻ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കും അവൻ വരും. അഴുക്ക് പറ്റാതെ നിങ്ങൾ ജീവിക്കാൻ കൃപ തരും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിൽ ചാരാൻ നമുക്ക് ഈ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ ചാരാൻ പ്രിയൻ്റെ മാറുണ്ട്. മരുഭൂമിയിൽ കൂടി തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരൊരാര്? യെരൂശലേം പുത്രിമാർ അത്ഭുതപ്പെട്ടു, അവരതിശയിച്ചു. ഇവൾ എന്നൊരു ഭാഗ്യവതി, ഇവൾ ഈ മരുഭൂമിയിൽ കൂടിയാണെങ്കിലും പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു. ഈ ലോകത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് അവൾ ക്ഷണിച്ചപ്പോൾ വേണ്ട എന്നവൾ പറഞ്ഞു. വേണ്ട, എനിക്ക് ലോക ഇമ്പം വേണ്ട എന്നവൾ പറഞ്ഞു. ഈ യെരൂശലേം പുത്രിമാർ പ്രേരിപ്പിച്ചപ്പോൾ എന്നെ ഇതൊന്നും സ്പർശിക്കുകയില്ല എന്നവൾ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവൾ ഭാഗ്യവതിയായി ആ അനുമോളനായ ക്രിസ്തുവിൻ്റെ മാറിൽ ചാരിക്കൊണ്ടുകൾ പോകുന്നു. ലോകം അതിശയിച്ചോളം നോക്കി നിൽക്കും, ലോകം അതിശയിക്കും. എന്തൊരത്ഭുതം! വലഞ്ഞു വിഷമിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ സമാധാനം അനുഭവിക്കുന്നല്ലോ. ലോകം അതിശയിക്കും. നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരും ചാർച്ചക്കാരും കൂട്ടുകാരും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ളവരും ഒക്കെ ചിന്തിക്കും, ഒരു കാലത്ത് വലഞ്ഞു പോയ മനുഷ്യനാണല്ലോ, കടത്തിൽ മുങ്ങിയ മനുഷ്യനാണല്ലോ, ഒരു കാലത്ത് വിഷമിച്ചു പോയ മനുഷ്യനാണല്ലോ, ഒരു കാലത്ത് നരക ദുരിതം അനുഭവിച്ച മനുഷ്യനാണല്ലോ, ഇപ്പോൾ എന്തൊരു സന്തോഷം! എവിടെ നിന്ന് കിട്ടി ഈ സന്തോഷം? പാവം മാറി ക്രിസ്തു വന്നു, ഹൃദയത്തിൽ സൂര്യൻ ഉദിച്ചു, ക്രിസ്തുവിൻ്റെ പ്രകാശം വന്നു, സമാധാനമായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ? മരുഭൂമിയിൽ പിടിച്ചാരുവാൻ പ്രിയൻ്റെ മാറുണ്ട്. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. യെരൂശലേം പുത്രിമാരിൻ ചുറ്റും നിന്നോരാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരിൻ ചുറ്റും നിന്നോരാ പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ,
സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി ഈ ദിവ്യരത്നം ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഭാഗ്യശാലികളാകും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വരും. നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കും. യേശുക്രിസ്തു ഒരിക്കൽ വീണ്ടും വരുമ്പോൾ നിങ്ങൾ സ്തുതിയുടെ ചിറകിൽ പറന്ന് 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 മധ്യാകാശത്തിൽ കർത്താവ് യേശുവിനെ നിങ്ങൾ എതിരേൽക്കും. വിശുദ്ധന്മാരെല്ലാവരും കൂടുന്ന ആ സ്വർഗീയ മണിമന്ദിരത്തിൽ അവിടെ കർത്താവായ യേശുവിൻ്റെ വിവാഹം നടക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയായി ഒന്നായിത്തീരും. സഭയും ക്രിസ്തു ഒന്നായിത്തീരും. നാനാദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ വിശുദ്ധന്മാർ വരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചയമില്ലാത്ത എത്രയോ വിശുദ്ധന്മാർ, പക്ഷേ അവിടെ അവരെല്ലാം നമ്മുടെ സഹായികളും സ്നേഹിതനുമായി മാറും. ഓരോ കാലത്ത് ജീവിച്ച വിശുദ്ധന്മാർ അവരും ഉണ്ടാകും അവിടെ. ആ മനോഹരമായ സദസ്സിൽ അവിടെ ചെന്ന് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവായ യേശു വീണ്ടും വരും. കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങും. പ്രധാനദൂതനായ മീഖായേൽ ശബ്ദം മുഴങ്ങും. ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. അപ്പോൾ വിശുദ്ധന്മാർ, കല്ലറകളിൽ മരിച്ചുപോയവർ, വാങ്ങിപ്പോയവർ, അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ഇവർ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളെടുക്കപ്പെടും. സ്തോത്രം. എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അടുത്ത് തന്നെയാണോ അതോ ദൂരെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. യേശു വരുമ്പോൾ ആ സ്വർഗീയ മണിമന്ദിരത്തിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ അർഹത നേടാം. ഇന്ന് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാം. യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാം. കർത്താവേ, പാവിയായി മനുഷ്യൻ ഇതായോടെ ഇരിക്കുന്നു. എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. കർത്താവേ, ഞാൻ ഇതായോടെ ഇരിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് നന്മയായി പറയാൻ ഒന്നുമില്ല. തിന്മ മാത്രം, അനർത്ഥങ്ങൾ മാത്രം, മ്ലേച്ഛതകൾ മാത്രം, ദുരിതം മാത്രം, യാതനകൾ മാത്രം. കർത്താവേ, കരഞ്ഞ് കരഞ്ഞ് തളർന്ന ജീവിതം. കർത്താവേ, എന്നിതാ നിനക്കായി ഞാൻ തുറന്നു വയ്ക്കുന്നു. ഇപ്പോൾ കർത്താവേ, നീ ഇപ്പോൾ ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽച്ച് വരണമേ. എൻ്റെ ആയുസ് മുഴുവൻ ഇത് നഷ്ടപ്പെട്ടവളായി ഞാൻ വന്നിരിക്കുന്നു, നഷ്ടപ്പെട്ടവനായി ഞാൻ വന്നിരിക്കുന്നു. എല്ലാം കളഞ്ഞുപോയി കർത്താവേ. നല്ല നല്ല കാലങ്ങൾ കഴിഞ്ഞുപോയി. എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല പാവങ്ങളെല്ലാം കഴുകുവാൻ നിൻ്റെ തിരക്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കഴുകിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതാ എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ജീവിതം ഏൽപ്പിക്കാൻ തോന്നുന്നെങ്കിൽ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന പ്രാർത്ഥന ഏറ്റുമല്ല. കരുണയുള്ള കർത്താവേ, ജീവിക്കുന്ന ദൈവമാകുന്നുവെന്ന് നീ ജീവിക്കുന്ന ദൈവമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുവെന്ന് യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ യേശുവേ, രണ്ടാമത്തെ വരവിൽ രണ്ടാമത്തെ വരവിൽ നീ ചേർത്ത് കൊള്ളണമേ. എന്നെ കൂടി നീ ചേർത്ത് കൊള്ളണമേ. യേശുവേ,
എന്റെ യേശുവേ, വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ വിശുദ്ധന്മാരുടെ നിഴലിൽപ്പാൻ എന്നെ യോഗ്യതയുള്ളവനാക്കി തീർക്കണമേ. എന്നെ നീ യോഗ്യമുള്ളതാക്കി തീർക്കണമേ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഇന്നു മുതൽ നിന്റെ സ്വന്തമായി ജീവിക്കും. ഞങ്ങൾക്ക് സ്വന്തമായി ജീവിക്കും. ഇന്നു മുതൽ മനുഷ്യനായി ജീവിക്കും. ഞാൻ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. ഇന്നു മുതൽ നിന്റെ മാത്രം വകയായി ഞാൻ ജീവിക്കും. നിന്റെ മാത്രം വകയായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വാസ്തവമായി പറഞ്ഞെങ്കിൽ, തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഇരുകരങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവ് നിങ്ങളുടെ കരത്തിൽ പിടിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷം വേണ്ടവര്, സമാധാനം വേണ്ടവര്, നിത്യജീവൻ വേണ്ടവര്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം വേണമെന്നുള്ളവര്, ദുരിതക്കയത്തിൽ മുങ്ങിത്താഴുന്നവരെ ഇപ്പോൾ കർത്താവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ കരത്തിൽ മുറുകെ പിടിക്കണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവേ, ഈ കരങ്ങളോട് പിടിക്കണമേ കർത്താവേ. തൃക്കരം കൊണ്ട് പിടിച്ച് ഈ മക്കളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. ശോഭനമായ നല്ല നാളെയിലേക്ക് ഈ ജനങ്ങളെ നടത്തണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുവേ. നിത്യസമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പൈശാചിക സൈന്യത്തെ വിധ്വംസിച്ച് അകറ്റണമേ. യേശുക്രിസ്തുവിൻ രാജ്യം ഭൂമിയിൽ ഇടയാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിടുക.